ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ കണ്ട സ്വർഗീയ ദർശനത്തിലേക്ക് ഒരു എത്തിനോട്ടം. കർത്തൃദിവസത്തിൽ ആത്മവിവശനായ യോഹന്നാൻ കാഹളത്തിനൊത്തൊരു മഹാനാദം കേട്ടു. തന്നോട് സംസാരിച്ച നാദമെന്തെന്നറിയാൻ തിരിഞ്ഞു നോക്കിയ യോഹന്നാൻ കണ്ടത് 7 പൊന്നിൽ വിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെയാണ്. അവൻ്റെ മുഖം സൂര്യനെപ്പോലെ പ്രകാശിച്ചു. അവൻ്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെട്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുത്ത വെള്ളോട്ടിന് സദൃശ്യവും, ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. സിംഹാസനത്തിലിരുന്ന മനുഷ്യപുത്രൻ്റെ വലങ്കൈയിൽ 7 നക്ഷത്രമുണ്ട്. 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരാണ്. സിംഹാസനത്തിൻ്റെ ചുറ്റും 24 സിംഹാസനങ്ങൾ. ഈ 24 സിംഹാസനങ്ങളിൽ വെള്ളയുടുപ്പ് ധരിച്ച് തലയിൽ പൊൻകിരീടം വെച്ച 24 മൂപ്പന്മാർ. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ഉജ്ജ്വലിച്ചുകൊണ്ടിരുന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയെ വെളിപ്പെടുത്തുന്നു. സിംഹാസനത്തിന് മുന്നിൽ പളുങ്കിനൊത്തൊരു കണ്ണാടിക്കടൽ, നടുവിലും ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുൻപിറവും പിൻപിറവും കണ്ണ് നിറഞ്ഞിരുന്നു. 1-ാം ജീവി സിംഹത്തിന് സാദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സാദൃശ്യം, 3-ാം ജീവി മനുഷ്യനെപ്പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകന് സാദൃശ്യം. ഈ ദൂതസഞ്ചയങ്ങളായ ജീവികൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തോത്രവും കരയറ്റി സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ നിത്യം ആർത്തുകൊണ്ടേയിരുന്നു. ഈ ദൂതസഞ്ചയം ദൈവത്തെ ആരാധിക്കുമ്പോൾ 24 മൂപ്പന്മാർ വീണ് അവിടുന്ന് മഹത്വവും ബഹുമാനവും ആരാധനയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞ് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുന്നിൽ ഇടും. അഖിലാണ്ടത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും അവയെ ഉള്ളം കൈയിൽ വഹിക്കുകയും ചെയ്ത സർവശക്തനായ ദൈവത്തിൻ്റെ മഹിമയുടെ മുന്നിൽ സ്വർഗീയ വൃന്ദം തങ്ങളെ തന്നെ താഴ്ത്തി ആരാധിക്കുന്ന ദൃശ്യമാണ് ഇതിലൂടെ യോഹന്നാൻ കാണുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം വാങ്ങുവാനോ നോക്കുവാനോ യോഗ്യനായി ആരെയും കാണാതെ കരഞ്ഞ യോഹന്നാനോട് മൂപ്പന്മാരിൽ ഒരുവൻ പറഞ്ഞു, കരയേണ്ട. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അറുക്കപ്പെട്ട് തൻ്റെ രക്തം കൊണ്ട് മുദ്ര പൊട്ടിക്കാൻ യോഗ്യത നേടിയ കുഞ്ഞാട് വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. അപ്പോൾ മൂപ്പന്മാരും ജീവികളും സ്വർഗീയ ഗാനം ആലപിച്ചു. 1000 1000 10,000 10,000 ദൂതസഞ്ചയങ്ങൾ അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വവും ശക്തിയും ജ്ഞാനവും ബലവും ബഹുമാനവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. മൂപ്പന്മാരും വീണ് നമസ്കരിച്ചു. കുഞ്ഞാട് മുദ്രകൾ പൊട്ടിച്ചു. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 1-ാം ജീവി പറഞ്ഞു. അപ്പോൾ ഒരു വെള്ള കുതിരയെ കണ്ടു. അതിലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലും തലയിൽ കിരീടവും ഉണ്ടായിരുന്നു. ഇത് എതിർ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. സഭ എടുക്കപ്പെടുമ്പോൾ കൃപായുഗം അവസാനിക്കുകയും എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുകയും ചെയ്യും. കുഞ്ഞാട് 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 2-ാം ജീവി പറഞ്ഞു. അപ്പോൾ ചുവന്നതായൊരു കുതിരയെ കണ്ടു. അതിലിരിക്കുന്നവൻ്റെ കയ്യിൽ വാളും അന്യോന്യം കൊല്ലുവാനും ഭൂമിയിലെ സമാധാനം കളയുവാനുള്ള അധികാരവും അവന് ലഭിച്ചു. ഇത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്തെ സമാധാനമില്ലായ്മ, വിപ്ലവം, രക്തച്ചൊരിച്ചിൽ എന്നിവയെ കാണിക്കുന്നു. കുഞ്ഞാട് 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 3-ാം ജീവി പറഞ്ഞു. അപ്പോൾ ഒരു കറുത്ത കുതിരയെ കണ്ടു. കറുപ്പ് ദുഃഖത്തെ സൂചിപ്പിക്കുന്നു. അതിലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു തുലാസമുണ്ടായിരുന്നു. എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് രാജ്യങ്ങളുടെ ദരിദ്രാവസ്ഥയും ഭക്ഷണ നിയന്ത്രണങ്ങളെയും സൂചിപ്പിക്കുന്നു. കുഞ്ഞാട് 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4-ാം ജീവി പറഞ്ഞു. അപ്പോൾ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് യുദ്ധത്തിലൂടെയും ക്ഷാമത്തിലൂടെയും മഹാവ്യാധിയിലൂടെയും 10,000 മരണത്തിലേക്ക് പറഞ്ഞയക്കപ്പെടും. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവസാക്ഷ്യം നിമിത്തം അറുക്കപ്പെട്ട ആത്മാക്കളെ കണ്ടു. ഇത് രക്തസാക്ഷികളെ സൂചിപ്പിക്കുന്നു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി. സൂര്യൻ കറുത്തു, ചന്ദ്രൻ രക്തമായി, നക്ഷത്രങ്ങൾ വീണു, ആകാശം മാറിപ്പോയി, മലകൾ ഇളകി. എല്ലാവരും സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണം മറയ്ക്കുവേനെന്ന് അപേക്ഷിച്ചു. ഇത് യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ മുന്നോടിയാണ്. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ 1/2 മണിക്കൂർ നേരം മൗനമുണ്ടായി. ദൂതന്മാർ കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. ഇത് ന്യായവിധിയെ സൂചിപ്പിക്കുന്നു.